നമസ്കാരം. നമ്മളിപ്പോ ഒരു മലയാളത്തിൽ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ മൂവിയുടെ മൂവി തന്നെ പറയണം കേട്ടോ, ഷോർട്ട് ഫിലിം എന്ന് ഞാൻ പറയില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ആസ് വെൽ ആസ് നമുക്കൊരു ബാലാജി ചേട്ടൻ ഡയറക്ട് ചെയ്ത ഒരു മൂവി എന്ന് തന്നെ പറയണം. ഷോർട്ട് ഫിലിം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല, കണ്ടിട്ട് നിങ്ങളും അങ്ങനെ തന്നെ പറയും. കാരണം ഗംഭീരമായിട്ടുള്ള ക്രാഫ്റ്റ്, ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, ഗംഭീരമായിട്ടുള്ള BGM, ഗംഭീരമായിട്ടുള്ള ഡയറക്ഷൻ. കൺഗ്രാറ്റ്സ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ബാലാജി ചേട്ടന്റെ ചാനൽ ബാലാജി ശർമ്മ എന്നുള്ള യൂട്യൂബ് ചാനലിൽ റിലീസ് ആവാൻ പോവുകയാണ്. അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനോടാണ് ഇപ്പൊ നമ്മളിപ്പം ബാലാജി ചേട്ടൻ, അതിനോടൊപ്പം റോയ് സാറുണ്ട്, സൗവർണികയുണ്ട്. പ്രിവ്യൂ, ഗംഭീരമായ ഒരു പ്രിവ്യൂ ആയിരുന്നു. ഒരുപാട് തിയേറ്റർ ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിന് ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രിവ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ബാലാജിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു ആക്ടറിൽ നിന്ന് ഒരു മെറ്റമോർഫോസിസ് നമുക്കൊരു ഡയറക്ടറിലേക്ക് പോകാനുള്ള ഒരു കാരണം? അല്ല, ഇത് ആരോ പറഞ്ഞ പോലെ എല്ലാ ആക്ടറിലും ഒരു സംവിധായകൻ ഉണ്ടാവണം. കാരണം ഇത് എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, ഇത് എങ്ങനെ പ്രേക്ഷകരിൽ കമ്മ്യൂണിക്കേറ്റ് ആവണം എന്നൊരു ബോധം വെച്ചുകൊണ്ടാണ് അഭിനയിക്കാൻ പറ്റുള്ളൂ. കാരണം പ്രേക്ഷകൻ അത് ഏൽക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ ചിലപ്പോൾ ആ ഒരു ബോധം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ട സിനിമകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരു ട്രൈ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് വർക്കായി എന്നുള്ളത് നമ്മുടെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൊണ്ട് മനസ്സിലായി. തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ അയ്യപ്പനാണ് എഡിറ്റർ, പ്രിയൻ സാറിന്റെ ബോളിവുഡ് സിനിമ എഡിറ്റ് ചെയ്യുന്ന. അതെ, ഇപ്പൊ ഹിന്ദി പടത്തിനിടെ വന്നിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് ക്യാമറ, DA ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം പ്രദീപ്. നമ്മുടെ മ്യൂസിക് ജയഹരി, അതുപോലെ തന്നെ പിന്നെ സൗണ്ട് മിക്സിംഗ് ആഷിഷ്. അവർ രണ്ടുപേരും ഇല്ല, സോറി. ഇതാണ് പ്രധാന കഥാപാത്രം ചെയ്തത്. സൗവർണികയും അതുപോലെ ഒരു പ്രധാന കഥാപാത്രം. ബാക്കി എല്ലാവരും പുതുമുകളാണ്. അപ്പോ തീർച്ചയായിട്ടും ഷംനാദാണ് എന്റെ റൈറ്റർ. വാതിൽ എന്നുള്ള സിനിമ എഴുതിയ ഷംനാദാണ്. ബാക്കി ഈ ഒരു ഷോർട്ട് ഫിലിം ഇന്ന് വൈകുന്നേരം നമ്മുടെ ബാലാജിന്റെ ഇതിൽ റിലീസ് ആവണം. അപ്പൊ എല്ലാവരും അത് കാണുക. ATM, എനി ടൈം മണിയല്ല, എനി ടൈം മിസ്റ്ററി എന്നാണ്. ആ പടം ഒരു മിസ്റ്ററി തന്നെയാണ്. അതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ വിചാരിക്കുന്നതൊക്കെ സംഭവിക്കുന്നു, പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. എല്ലാവരും വാച്ച് ചെയ്യണം. അതിന് സ്പോയിലേഴ്സ് ആരും ഇട്ട് അതിനെ ഇതാക്കരുതെന്ന് കൂടെ റിക്വസ്റ്റ് കൂടെ ഉണ്ട്. കാരണം അല്ലെ, ഒരു ക്ലൈമാക്സിന്റെ സ്പോയിലർ ആദ്യമേ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു വ്യൂ അല്ലെ നമുക്ക് ട്രെയിലർ പോലും കട്ടിയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇന്നുമായിട്ട് അത് റിലീസ് ആവണം, എല്ലാവരും വാച്ച് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ മായ ചേച്ചി എങ്ങനെ കണ്ടിട്ട് എന്താ അഭിപ്രായം? ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം ഞാനത് സ്വർണ്ണയെടുത്ത് വന്നത്. അപ്പൊ ഓരോ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെയും അങ്ങനെ ചെറുതായിട്ട് കാണരുത്. കാരണം ഒരു സിനിമ ഇപ്പൊ എല്ലാ യൂട്യൂബിൽ വരുന്ന എല്ലാ ഷോർട്ട് ഫിലിമുകളും സിനിമയും കാട്ടി മികച്ചു നിൽക്കുന്നതാണ്. പക്ഷെ ബാലാജിയിൽ നല്ലൊരു ഡയറക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം പിന്നെ ബാലാജിയുടെ കൂടെയുള്ള ടീം അത്രയല്ലേ, ക്യാമറാമാൻ ആയാലും എഡിറ്റർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ബാലാജിയുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ബാലാജിക്ക് കിട്ടിയ നല്ലൊരു ക്രൂ ടീം. അത് പറയാതിരിക്കാൻ പറ്റില്ല ബാലാജി. പക്ഷെ റോയ് ചേട്ടന്റെ അഭിനയം ഒരു രക്ഷയില്ല. ഞാൻ ഇതിന്റെ ഒരു ഇത് പറയുന്നത്, പക്ഷെ റോയ് ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, 5 ഡയലോഗാണ്. അതിന് റൈറ്ററിനാണ് കയ്യടി കൊടുക്കേണ്ടത്. കാരണം അത് റിലീസ് ആവാത്തത്